ജയിക്ക് പറഞ്ഞതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒപ്പിട്ട് തള്ളിക്കളഞ്ഞെന്ന്. എന്തിനാ ജയിക്ക വെറുതെ ഒപ്പിട്ടിട്ട് തള്ളിക്കളയണം? അല്ലാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാ ഒപ്പിട്ടിട്ട് തള്ളാൻ പോകുന്നേ? നിങ്ങൾ അന്ന് ഒപ്പിട്ടിട്ട് ഈ തള്ളു മുഴുവൻ നടത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഗതികേടിൽ എത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മോശപ്പെട്ടതാണ് PM ശ്രീ എന്ന് പറയുന്നു. മോശപ്പെട്ട PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് പിറ്റേ ദിവസം ചിന്താവാരികയിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ലേഖനം എഴുതി താങ്കൾ വായിച്ചിരുന്നോ? മരവിപ്പിച്ചു എന്തെങ്കിലും പറയാൻ, ക്യാപ്റ്റൻ അബേഗൻസ് എന്തെങ്കിലും പറയാനുള്ള നട്ടലിന്റെ വലിപ്പം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലീഗുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുകയും മണ്ണിൽ കുഴിച്ചു മൂടുകയും ചെയ്യുമെന്ന് മാറി മാറി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? നേരത്തെ VD സതീശൻ പിണറായി വിജയനോട് ചോദിച്ചില്ലേ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ശരി, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാറിയത്? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? അദ്ദേഹം ചോദിച്ചു എന്തോ ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടാണോ നിലപാട് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാട് എന്തുകൊണ്ടാണ് മാറ്റിയത്? ഞങ്ങളുടെ നിലപാട് മാറിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടല്ലോ. എന്താ മാറിയിട്ടുള്ളത്? PM ശ്രീ തുടരുക എന്ന നിലപാടെടുത്തല്ലോ. PM ശ്രീയിൽ തുടരുക വഴിയില്ല എന്ന് പറഞ്ഞല്ലോ. തുടരുക എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് പഠിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തുടരാൻ ഞങ്ങൾ വേറെ വഴിയില്ല, തുടരാൻ നിർബന്ധിതമാവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തുടരാൻ തീരുമാനിച്ചു എന്നാണ്. അല്ലല്ല, തീരുമാനിച്ചു എന്ന് വാക്ക് പറഞ്ഞാൽ മാത്രമേ തീരുമാനിച്ചു എന്നുള്ള വാക്ക് പറഞ്ഞില്ല. പറയട്ടെ, തുടരാൻ നിർബന്ധിതമാണ്. എന്താ ഇത് നമ്മൾ ചാല മാർക്കറ്റിൽ നിന്ന് അരിയും പച്ചക്കറിയും മേടിക്കുന്ന പോലെയല്ലല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്, ആ കരാറിൽ നിന്ന് സൗകര്യം പോലെ അങ്ങ് മാറാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ഇത് പിന്മാറാനായിരുന്നു അന്നത്തെ CPM സർക്കാർ LDF സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് പിന്മാറിയില്ല? ഒരു മാസത്തിനുള്ളിൽ തീരുമാനിക്കാമായിരുന്നല്ലോ. അപ്പം ഞാൻ അഭിലാഷ് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ജയിക്കിനോട് രണ്ടുമൂന്ന് കാര്യം ചോദിക്കാനുണ്ട്. ജയിക്ക് പറയുന്ന കേട്ടാത്തൊന്നും VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വന്ന് നേരെ അങ്ങ് ഒപ്പിട്ട് കൊടുത്താന്ന് ജയിക്ക് പറഞ്ഞതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒപ്പിട്ട് തള്ളിക്കളഞ്ഞെന്ന്. എന്തിനാ ജയിക്ക വെറുതെ ഒപ്പിട്ടിട്ട് തള്ളിക്കളയണം? അല്ലാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാ ഒപ്പിട്ടിട്ട് തള്ളാൻ പോകുന്നേ? നിങ്ങൾ അന്ന് ഒപ്പിട്ടിട്ട് ഈ തള്ളു മുഴുവൻ നടത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഗതികേടിൽ എത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മോശപ്പെട്ടതാണ് PM ശ്രീ എന്ന് പറയുന്നു. മോശപ്പെട്ട PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് പിറ്റേ ദിവസം ചിന്താവാരികയിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ലേഖനം എഴുതി താങ്കൾ വായിച്ചിരുന്നോ? അതിനുശേഷം 22-ാം തീയതി നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? മുന്നണിയോട് മറച്ചു വെച്ചു. നിലപാട് മാറ്റി സമ്മതിച്ചു. ശിവൻകുട്ടി നിലപാട് മാറ്റി അങ്ങോട്ട് ഇത് ഒപ്പിട്ടു. അപ്പൊ VD സതീശൻ ചോദിച്ചു എന്താ നിങ്ങൾ നിലപാട് മാറ്റിയത്? വല്ല ബ്ലാക്ക് മെയിലിംഗ് നടന്നു? നിങ്ങൾ നിലപാട് മാറ്റിയപ്പോ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണ് നടന്നത്? അവര് നിലപാട് മാറ്റിയത് അഭിലാഷ് പറഞ്ഞാൽ പോരാ, ജയിക്ക് പറയണം. ജയിക്ക് ബാക്കി ഇപ്പോ ഈ 10-25 ദിവസമായ ഗവൺമെന്റിനെ ആക്ഷേപിക്കുമ്പോ എന്തിനാണ് ഒപ്പിട്ട് തള്ളുന്നത്? വെറുതെ ഇരുന്ന് തള്ളാതെ ഒപ്പിടാതെയും തള്ളാമായിരുന്നു. ഒപ്പിട്ട് തള്ളി. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളന്ന് ഒപ്പിട്ട PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങളന്ന് ക്യാബിനറ്റിനെയും മുന്നണിയെയും മറച്ചു വെച്ച PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ ഈ നാട്ടിലെ സഖാക്കന്മാരെ മുഴുവൻ പറ്റിച്ച് ഒളിച്ചു കടത്തിയ PM ശ്രീ നല്ലതായിരുന്നോ? ജോൺ ബ്രിട്ടാസ് പോയി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് പാലമിട്ട് നടപ്പാക്കാൻ കൊണ്ടുവന്ന PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ കൊണ്ടുവന്ന PM ശ്രീ തുടരണമോ വേണ്ടയോ എന്ന് നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് ഇന്നത്തെ ഗവൺമെന്റ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് അല്ല. നിങ്ങൾ കൊണ്ടുവന്ന നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് കമ്മിറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് ഒപ്പിടാൻ പോയത് ആരാന്നറിയോ? RSS ഗവർണർമാരില്ലാതെ അത്താഴവും പ്രാതലും കഴിക്കാൻ പറ്റാത്ത അസ്ഥിരയുള്ള പിണറായി വിജയൻ 10-ാം തീയതി 2025 ഒക്ടോബർ മാസം 10-ാം തീയതി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം 6 ദിവസത്തിന് ശേഷമാണ് ഇത് ഒപ്പിട്ടത്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും VD സതീശൻ കണ്ടിട്ട് ഇപ്പോ 20 ദിവസമായോ? അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അല്ല, അവര് പറഞ്ഞോട്ടെ. പിണറായി വിജയൻ അമിത്ഷായെയും പിന്നെ അദ്ദേഹത്തെയും കണ്ട് നരേന്ദ്രമോദിയെയും കണ്ടു വന്നതിന് ശേഷം ഒപ്പിട്ടാലും VD സതീശൻ രണ്ടുപേരെയും കണ്ടു വന്ന് ഒപ്പിട്ടാലും രണ്ടും ഒന്നല്ലേ? അല്ലല്ല, VD സതീശന്റെ മകളെ മറ്റേ മാസപ്പടി വാങ്ങിയ കേസിൽ ED ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് VD സതീശൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. VD സതീശന്റെ മടിയിൽ കനമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അഭിപ്രായം പറയാം. ഇവിടെ UDF നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും അമ്മയുടെ പെൻഷൻ കാച്ചുകൊണ്ട് IT കമ്പനി തുടങ്ങിയിട്ട് മാസപ്പടി വാങ്ങി എന്റെ അന്വേഷണം നേരിടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെന്നേ. ആ നിർമ്മല സീതാരാമനുമായിട്ടുള്ള ചർച്ച നടത്തിയില്ലേ? KV തോമസിന് പുട്ടും കടലയും കൊടുത്തിട്ട് ആ ചർച്ചയിൽ എന്താ സംസാരിച്ചത്? അതറിയണ്ടേ? അമ്പലക്കള്ളന്റെ വക്കീലിനെ UDF സർക്കാർ വന്നപ്പോൾ പ്ലീഡറാക്കി വെച്ചു. തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ തിരുത്തി. അയാൾ ഒരു കേസ് പോലും നോക്കുന്നതിന് മുമ്പ്, ഫയൽ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് തിരുത്തി. ഞാൻ ചോദിക്കട്ടെ, അമ്പലക്കള്ളനായിട്ടുള്ള പത്മകുമാറിനെതിരെ ഇപ്പോഴും തഴുകി തലോടി നടപടി എടുക്കണോ വേണ്ടയോ എന്ന് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി കട്ടൻ ചായ മറ്റേ പരിപാടി കുറിച്ച് ആലോചിക്കുന്ന പാർട്ടിയാ. ഇനി ഒരു കാര്യം കൂടി, UDFിലെ വിക്കറ്റ് വീഴ്ചയെ കുറിച്ച് നടക്കുന്ന ജയിക്ക് ആദ്യം ഈ PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി ക്ലീൻ ബൗൾഡ് ആയിട്ട് ഓൾ ഔട്ട് ആയ CPMന്റെ ആ ചരിത്രം ഒന്ന് വായിച്ചേ. ആരാ ഒപ്പിട്ടത്? ജേക്സ് തോമസ്, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ CPM എതിർക്കുന്നുണ്ടോ? CPM എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്?
നോക്കൂ, എന്തുകൊണ്ട് PM ശ്രീ എന്ന് വളരെ കൃത്യമായി വി ശിവൻകുട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത് കൊണ്ട് സർവ്വശിക്ഷാ അഭിയാന്റെ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ 2021 മുതൽ 1171 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൽ ഒപ്പിട്ടാലേ ആ പണം കിട്ടൂ. ആ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒപ്പിട്ടത്. അന്ന് ശിവൻകുട്ടി പറഞ്ഞ ഒരു വാചകം, നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് വരെയും സഹായം മുടങ്ങാണ്. അപ്പോൾ അവിടുന്ന് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകളെയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും സഹായിക്കാം. അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ നമുക്കറിയാം, അത് ഇവിടെ പറഞ്ഞതുപോലെ അബയൻസിൽ വെക്കേണ്ടി വന്നു. ഇപ്പോൾ UDF കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഫണ്ട് കിട്ടണം എന്ന താല്പര്യത്താൽ അത് ഇട്ട ആ സംഗതി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അല്ല, അത് പ്രസക്തമായ ചോദ്യമാണ്, അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒപ്പിടുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നം PM ശ്രീ സ്കൂളുകൾ നടപ്പിലാക്കി വിരലിലെണ്ണാവുന്ന ഏതാനും ചില ഡിജിറ്റൽ ക്ലാസ് മുറികൾ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ല നമ്മളുടെ മുമ്പിൽ. കാരണം എന്താണ്? കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപത്തെ തുടർന്ന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ശിരസ് ഉയർത്തപ്പെട്ട സർക്കാർ സ്കൂളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ നീക്കി ബാക്കി. ലീഗും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്തെന്ന് ഇവിടെ ഇരിക്കുന്ന ലീഗിന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് ഓണം നേരത്തെ വന്നുകൊണ്ടാണ്, ഇല്ല കളി മാറിയേനെ എന്ന് പറഞ്ഞ അത്ഭുതകരമായ രാഷ്ട്രീയ സംഭാവനകൾ ലീഗും കോൺഗ്രസും നൽകിയ കാലമുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു. അന്നത്തെ ഞങ്ങളൊരു സമരം ഒറ്റവാചകത്തിൽ പറയാം. മലാപ്പറമ്പ് സ്കൂളിന് മുമ്പിലുണ്ടായിരുന്ന സമരത്തിന്റെ പ്രത്യേകത, സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ബുൾഡോസർ ഉപയോഗിച്ച് സ്കൂൾ ഇടിച്ചു നിരത്തി. യോഗിയുടെ UP യിലല്ല, നമ്മുടെ ഹിറ്റ്ലർ ആരാധകനായ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിലല്ല, ഈ കേരളത്തിൽ ലീഗും കോൺഗ്രസും സമഞ്ജസമായി വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നം എന്നായിരുന്നു? സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. കുട്ടികൾ പേടിച്ച് ജീവനം കൊണ്ട് ഓടി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്. അത് തിരുത്തി എഴുതി. എങ്ങനെ തിരുത്തി എഴുതി? ഒരാളുടെയും ആശീർവാദവും ആനുകൂല്യവും ഇല്ലാതെ കേരളം പടുത്തുയർത്തിയ കരുത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറി, ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കപ്പെട്ടു. AI റോബോട്ടുകൾ മുതൽ ഡിജിറ്റൽ ക്ലാസ് മുറികൾ വരെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോഴോ സമീപ ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ സ്കൂളിൽ നിന്ന് TC വാങ്ങി കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചേർന്നു. ആയിരക്കണക്കിന് അധ്യാപകർക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടു. ജോലി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിട്ടി, ഇല്ലേ? പക്ഷെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം PM ശ്രീ എന്ന കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് തറവാട്ടു സ്വത്ത് പോലെ ജനങ്ങളുടെ നികുതി പണം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അതിൽ പരിമിതികൾ നേരിട്ടു. അവിടെയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളടക്കം സർവ്വശിക്ഷാ അഭിയാന്റെ ഭാഗമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന SSKയുടെ ആയിരക്കണക്കിന് കോടി രൂപ യൂണിയൻ ഗവൺമെന്റിന്റെ താൽക്കാലിക രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ RSS പിടിച്ചുവെച്ചു. ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒപ്പിടേണ്ടതായി വന്നത്. പിന്നീട് LDFന്റെ രാഷ്ട്രീയ തീരുമാനവും പൊതുജന സമ്മർദ്ദവും ഉയർന്നു വന്നപ്പോൾ ആ ഒപ്പിട്ടതിൽ നിന്ന് പിൻവാങ്ങി, ഇല്ലേ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തിലെ പ്രസക്തമായ വാചകം എല്ലാവരും കോട്ട് ചെയ്തു, ഇല്ലേ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ MOU ഇൻ അബയൻസ്, അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചില പ്രതികരണങ്ങൾ കേട്ടല്ലോ. അന്ന് ഇടതുപക്ഷം കാണിച്ച മരവിപ്പിച്ചു എന്നെങ്കിലും പറയാൻ, കെപ്റ്റിൻ അബയൻസ് എന്നെങ്കിലും പറയാനുള്ള നട്ടലിന്റെ വലിപ്പം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലീഗുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുകയും മണ്ണിൽ കുഴിച്ചു മൂടുകയും ചെയ്യുമെന്ന് മാറി മാറി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്ന് മാത്രമേ ജനങ്ങൾ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് മറുപടി എന്താണ്? ചിന്താവാരികയാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, ചിന്താവാരികയും EMSുമാണ്. സാക്ഷാൽ ശിവൻകുട്ടിയും ഇടതുപക്ഷവുമാണ് ഞങ്ങൾക്ക് മാതൃക. ഭരണാനന്തരം ഇടതുപക്ഷമാണ് ഞങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധികൾ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കെപ്റ്റൻ അബയൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ തന്റെ ഇടമുണ്ടോ? അതില്ല. എന്ന് വെച്ചാൽ പറയുന്നു ഇനിയും നടപ്പിലാക്കുമെന്ന് ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പുറത്തുപോയ 10 KSU കുട്ടികളോട് പറ, നാളെ വിദ്യാഭ്യാസ ബന്ധോ സമരമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടല്ലേ, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. KSUക്കാർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിൽ ബാക്കി എതിരായിട്ടുള്ള മലയാളികൾ നമ്മൾ മനസ്സിലാക്കി കൊള്ളണമെന്നാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോഴോ പിണറായി വിജയന്റെ മകൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന്. ഞാൻ തിരികെ ചോദിക്കട്ടെ, മംഗലാപുരത്ത് അദാനിയുടെ എച്ചിലിട്ട കാശും വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചാളയും ചോറും തിന്ന പാരമ്പര്യം ആരുടേതാണ്? അതിനെ സംബന്ധിച്ച് പറയാൻ ഇതുണ്ടോ? ED എന്ന പേര് കേട്ടുമ്പോ കരഞ്ഞുകൊണ്ട് പോയി BJPയിൽ ചേർന്ന അശോക് ചൗഹാൻ പറഞ്ഞത് ഈ ചർച്ച ചെയ്തിരിക്കുന്ന കോൺഗ്രസ് നേതാവല്ല, ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റാണ്. എന്തുകൊണ്ട് അശോക് ചൗഹാൻ BJP പോയി?
അത് ഇഡി വീട്ടിൽ വന്നപ്പോ എനിക്ക് നിവർത്തിയില്ല, കരഞ്ഞു നിലവിളിച്ച് BJP പോയി. ആ DNA ഉണ്ടല്ലോ നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ ഇല്ല. CBI പലതും വന്നു. ഏതെങ്കിലും 10 കോൺഗ്രസ്സുകാരെ കാണിച്ചു തരാമോ? അതിനു മുമ്പിൽ കീഴടങ്ങാത്ത രാഷ്ട്രീയ നിശ്ചയദാർഢ്യമുള്ള ആളുകളായിട്ട് എവിടെയുമില്ല. മരുന്നിന് പോലും മരണമില്ല. അതാണ് ഇഡി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും ഇഡി CPM-കാരുടെ വീട്ടിൽ വരുമ്പോഴുള്ള വ്യത്യാസം. അതാണ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് RSSന്റെ ആഫീസിൽ പോയി ക്യൂ നിൽക്കില്ല. ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലഴയില്ല. ആ സ്കെയിൽ എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ അളക്കാൻ ദയവായി അങ്ങ് വരണ്ട. ശരി, ഓക്കെ.